പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഒരു 2 ടിപ്പ് പറഞ്ഞു തരുമോ? പ്രാക്ടീസ് ചെയ്യണം. നല്ല കാര്യം നടന്ന് പറയുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യണം. ആത്മാർത്ഥതയോടെ ഇവിടെ ഇല്ലാത്ത സാധനം അതാണ്. രണ്ടാമത് ഇതില് ലൈക്ക് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തട്ടി കുമ്പിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ചെറുപ്പം തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താ നല്ല ഡാൻസ് കളിക്കണമെന്ന്. പിന്നല്ലേ ഞങ്ങളെ വിദ്യാരംഭമായിട്ട് ദക്ഷിണ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് തരാം. അവന്റെ അതിലാ വെറ്റിലുള്ളത്. ആദ്യം ദക്ഷിണ വരട്ടെ, ആദ്യം ദക്ഷിണ വരട്ടെ. ദക്ഷിണ ആദ്യം അവന്റെ QR കോഡ് വഴി അങ്ങനെ കഴിഞ്ഞാൽ ഡാൻസ് പഠിക്കണം. എത്ര വയസ്സുണ്ട് മോക്ക്? 4 വയസ്സ്. 4 വയസ്സാണോ? തുടങ്ങാം. അല്ല ഞാൻ എന്താ ചെയ്യണ്ടേ? ഞങ്ങളെ പഠിപ്പിച്ചേരണം. അല്ല ആരെ പഠിപ്പിച്ചാലും ആട്ടാൻ പുഴുവിനെ പഠിപ്പിക്കരുത്, അത് വിഷയമുള്ളത്. വെറുതെ തട്ടി കുമ്പിട്ട് നമുക്ക് തുടങ്ങാം. അതായത് ഒരു 2 സ്റ്റെപ്പ് നമുക്കൊന്ന് പെർഫെക്ഷനോടുകൂടി കളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം 6 വർഷമായി നമ്മുടെ ഷോ തുടങ്ങിയിട്ട്. സ്റ്റാർട്ടിങ് അവരൊരു പാട്ടിടും, ഞങ്ങൾ അന്നും ഇന്നും ഒരേ സ്റ്റെപ്പ് കളിച്ചോണ്ടിരിക്കണം. ഒന്നും മാറ്റിപ്പിടുന്ന ആഗ്രഹമുണ്ട്. യൂട്യൂബിൽ കമന്റ് വരെ വന്നു തുടങ്ങി. അതുകൊണ്ടാ അപ്പൊ നമുക്ക് ഡാൻസ് ചെയ്യാം. ഒന്നും പ്ലീസ്. മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു. താടിയില്ലാത്ത മാർക്കോസ് നന്നായിരുന്നു. അതല്ല, നീ പറഞ്ഞു കൊടുക്ക് മാഡത്തിന്. ഇതാരാന്ന് ചോദിച്ചു. അതായത് ചേച്ചി ആ ഫ്ലോയില് ചെയ്തോണ്ടിരിക്കുന്നു, പെട്ടെന്ന് പേടിച്ച് നിർത്തിപ്പോയി ഡാൻസ്. അല്ലല്ല, ആരായിട്ടാ തോന്നിയത്? സത്യസന്ധമായിട്ട് പറയണം. അതെ, സത്യസന്ധമായിട്ട് പറ. സുരേഷ് ഏത് സുരേഷാ? സുരേഷ് ഗോപിയിൽ അരിഷ്ട സുരേഷ്. എനിക്ക് ചെറുപ്രായത്തിൽ അച്യുതാനന്ദനെ പോലെ തോന്നി. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മലയാളികൾക്ക് എത്ര കേട്ടാലും മതിയാവാത്ത ഒരു സൂപ്പർ സോങ്. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ് ഫീലാണ്. അപ്പം ശരിക്കും അതിൽ അഭിനയിച്ച ആ ഒരു ആക്ട്രസ് നമ്മുടെ കൂടെ വന്ന് ഡാൻസ് ചെയ്തപ്പോൾ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഒരു വലിയ കൈഡിയോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് ദിവശേഷി നമ്മൾ അല്ല, അതൊരു നിമിത്തമാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് സുരേഷ് ഗോപി സാർ ആകാനും അയ്യോ പറയണ്ടായിരുന്നു. അത് പിന്നെ പ്രേക്ഷകരെ ഏറ്റെടുക്കാനും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? ഒരു മിനിറ്റ്, ഞാൻ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കട്ടെ. ഓർമ്മയുണ്ടോ ഇല്ലേ? ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു സെക്കൻഡ്. അയ്യോ, ഇതാണ് പറയണേ ഒരു ടീച്ചർക്ക് വേണ്ടത്, ആത്മാർത്ഥത, ഡെഡിക്കേഷൻ. ചേച്ചി ചെവിയിൽ പറഞ്ഞു. ഞാൻ ഓർമ്മയുണ്ടോ ചോദിച്ചാൽ എന്റെ അടുത്ത് വന്നപ്പോ തന്നെ വന്ന് പറഞ്ഞു. അതാര് വന്നാലും വന്ന് പറയും. എന്താ പറഞ്ഞു? ഇതാണ് ആത്മാർത്ഥ. കളങ്കമില്ല. അദ്ദേഹം ഒരു അധ്യാപികയാണ്. കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. അധ്യാപികയുടെ ഒന്നല്ല, ഇതാണ് പ്രിൻസിപ്പൽ. നിങ്ങളുടെയൊക്കെ ഞാൻ ആ പ്രിൻസിപ്പലിന്റെ അടുത്തും ചെവിയിൽ പറഞ്ഞു കൊടുത്തു. പിന്നെ എല്ലാം പുള്ളിക്കാരിയാണ്. ചേച്ചി എന്തായിരുന്നു പറഞ്ഞു തന്നത്? വന്നിട്ട് ശംഖുപുഷ്പം എന്ന് പറഞ്ഞൊരു സീരിയലിന്റെ സെറ്റില് വെച്ചിട്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? കേക്കട്ടെ. അതല്ലേ പറഞ്ഞത്. ഞാൻ 17-ാം വയസ്സിലാണ് വർക്ക് ചെയ്തത്. സിനിമയിലും കയറിയിട്ടില്ല. അതിനുശേഷം പിന്നെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയില്ലേ? അല്ല ഇപ്പൊ നീ കാര്യത്തിനല്ലേ? ശരി, അടുത്ത് നിൽക്കണം. സൂക്ഷിച്ചോണേ. സ്റ്റാർ മാജിക്കിൽ വന്ന കോമഡി പറഞ്ഞത് ദിവ്യ ഉണ്ണിയുടെ കോമഡിയാ. ഓർക്കുന്നുണ്ടോ? സിസ്റ്റേഴ്സിന്റെ കോമഡി.
പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വേണ്ടി സീരിയലിലാണ് പോയത്. ശംഖുപുഷ്പം സീരിയലിൽ മേഡമാണ് അഭിനയിച്ചത്. അന്ന് ഒരു തുണിക്കടയിലെ സീനായിരുന്നു. അതൊരു പാസിങ് നിർത്തി. അപ്പൊ അവിടുത്തെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്. പുള്ളിയുടെ പേരറിയാമോ? വേറെ അറിയാമോന്നോ? നിന്റെ പേരെ ഓർമ്മയില്ല. പിന്നെ അറിയാൻ പറ്റില്ല. നമ്മള് കഥ പറയുമ്പോ ജെയിംസ് അപ്പൊ എന്നോട് ടീമിനെയും ഓർമ്മയില്ല. ഇത് സംഭവിച്ചു. നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയ കഥയാണ്. കഥ അറിയാവുള്ളൂ. നാളെ തുടങ്ങി എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിന്റെ അഭിനയം കണ്ടിട്ടായിരിക്കും. അസിസ്റ്റന്റ് ആയിട്ട് മേക്കപ്പിന്റെ അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ മേക്കപ്പിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഈ കഥ നേരത്തെ പറഞ്ഞില്ല. അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ നിന്ന്. അപ്പൊ ടച്ചപ്പ് ബോയ്ക്ക് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബാഗ് തരും, ഗ്ലിസറിൻ തരും, ടച്ചപ്പ് സാധനം തരും. ഗ്ലിസറിൻ ടച്ചപ്പിന്റെ സാധനം. അപ്പൊ ഇടക്ക് ഇങ്ങനെ കണ്ണാടി കാണിച്ചു കൊടുക്കണം. കണ്ണാടി വെക്കുമ്പോ ഒരു സീൻ ഉണ്ട്. ഹൈറ്റ് ഉള്ള കാരണം എനിക്ക് ഹൈറ്റ് ഉള്ള കാരണം ഞാൻ പൊക്കി പിടിക്കുള്ളൂ. അപ്പൊ ദിവ്യോട് എന്നോട് പറയും ഒന്ന് താത്തി പിടിക്കണോ എന്ന് പറയും. അങ്ങനെ എന്നോട് സംസാരിക്കണത്. എന്നോട് അങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഷൂട്ടിങ് ഞാൻ വൈകുന്നേരമായി വന്നപ്പോൾ എന്നോട് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ഇല്ലേ, സിസ്റ്റേഴ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി. ഇതുണ്ടെങ്കിൽ ഭയങ്കര സിനിമയിലേക്ക് കണ്ട ആർട്ടിസ്റ്റാണല്ല. അപ്പോൾ ഓടിയാൻ ചെന്നിട്ട് നമ്മൾ ലൈറ്റ് ബോയുടെ ഒക്കെ അടുത്ത് സിസ്റ്റർ ഉണ്ടായി 2 എണ്ണം വേണം എസ് ഉണ്ടെന്ന് തോന്നി. സിസ്റ്റേഴ്സ് എടുക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് ബോയുടെ അടുത്തൊന്നും സിസ്റ്റേഴ്സിനെ കണ്ടില്ല. അപ്പോൾ ഞാൻ അടുത്തുള്ള പെട്ടിക്കടയിൽ പോയിട്ട് 2 സിസ്റ്റർ വാങ്ങിച്ചിട്ട് ദിവ്യ ഉണ്ണിക്ക് കൊടുത്തപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. ജെയിംസ് എന്നൊരു വിളിച്ച് എനിക്ക് ഓർമ്മ ഷൗട്ട് ചെയ്ത് വിളിച്ച്. ശരിക്കും ദിവ്യ ഉണ്ണി ചോദിച്ചത് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രിയാണ് ചോദിച്ചതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. 1-2 കാര്യങ്ങള്. ഒരു ക്ലൈമാക്സും കൂടെ ഉണ്ട്. ടീം കൊണ്ടു കൊടുത്തത് ഈ സിസേഴ്സ് ആയിരുന്നു. ചേച്ചി ചോദിച്ചത് ഈ സിസേഴ്സ് ആയിരുന്നു എന്നാണ് ക്ലൈമാക്സ്. പക്ഷെ വേറെ ഞാൻ പറയട്ടെ, ഞാൻ എടോ താനൊന്നും ആരെയും വിളിക്കാറില്ല. ഈവൻ യൂണിറ്റില് ഉള്ള എല്ലാവരും ഞാനങ്ങനെ വിളിച്ചായിട്ട് പറഞ്ഞതല്ലേ. ഞാനൊരു ഫ്ലോക്ക് വേണ്ടി പറഞ്ഞത്. അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. യവനെ അങ്ങനെ വിളിക്കുന്നത് അത് കുറവാണ്. യവനെ സാധാരണ അങ്ങനെയല്ല വിളിക്കാറില്ല. ഞാനൊരു ഫ്ലോക്ക് വേണ്ടി ഒന്നിലേ പേര് വിളിക്കുക. എന്റെ താഴെയുള്ള ആളുകളാണെങ്കിൽ മേലെ ഉള്ളത് ആരാണെങ്കിലും ചേട്ടാ ചേച്ചി അങ്ങനെയാണ് വിളിക്കാറുള്ളൂ. നിങ്ങൾ മസാല ഇടുമ്പോ നല്ല മസാല. നീ പെട്ടത് പൂപ്പൽ പിടിച്ച മസാലയാ. ഇനി കഥ പറയണ്ട, എല്ലാവരും കേട്ടു ഈ കഥ. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക്കില് ആ ഒരു സിസർ കഥ പറഞ്ഞിട്ട് ഒരു സിസർ കട്ടായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ദിവ്യാവണി ആലോചിക്കാണ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇതിനു വേണ്ടി ടിക്കറ്റ് എടുത്ത് ഫ്ലൈ ചെയ്ത് വന്നാണോ? ഇതാണല്ലേ ഇവിടുത്തെ മാജിക്. നല്ല മാജിക്. ഓക്കെ, അപ്പൊ സ്റ്റാർ മാജിക്കിൽ വന്നിട്ടുള്ള ഇന്നത്തെ ഗസ്റ്റിനെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചു സ്റ്റാർ മാജിക് ഇസ് റിയലി എ മാജിക് എന്നുള്ളത്. ലക്ഷ്മി, ഞാൻ അമേരിക്കക്ക് അടുത്ത മാസം വരുന്നു പറഞ്ഞു. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞു. അമേരിക്കയിൽ എവിടെയാ വരണേ? ഏത് സ്റ്റേറ്റിലേക്കാ? അവര് കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് പോവാ. അവൻ പാസ്പോർട്ട് എടുത്തില്ല. അവൻ വെറുതെ സീരിയസ്ലി വിസ അടിച്ചു. അടിപൊളി അടിപൊളി. എന്തായാലും ചേച്ചി ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് വന്ന സ്ഥിതിക്ക് തിരിച്ച് ഇമ്മീഡിയറ്റ് ഫ്ലൈറ്റ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ പോയി ഇരിക്കല്ലേ, സേഫ് പ്ലേ. ഓക്കെ, അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ദിവ്യ ചേച്ചിയെ വെൽക്കം ചെയ്യണം. വൺസ് അഗൈൻ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് ഹിയർ